കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഫ്രോഡ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറയും അത് കെ എം ഷാജിയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ ഗണത്തിൽ പെടാവുന്ന ആളുകളുണ്ട്. പക്ഷെ കെ എം ഷാജിയുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ പക്ക വർഗീയത പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം. പച്ച നുണകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം. നുണകളുടെ കാര്യത്തിൽ വി ഡി സതീഷിനോടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പച്ചക്ക് നുണ പറയും. കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു പരാമർശം നടത്തി. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. പഴയ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെ ഒരു മുദ്രാവാക്യമാണ്. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം, ഏതു മതക്കാരൻ എന്നല്ല ചോദ്യം, എങ്ങനെ ജീവിക്കുമെന്നാണ് ചോദ്യം. ഇങ്ങനെയാണ് ആ മുദ്രാവാക്യം പോകുന്നത്. എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ആ മുദ്രാവാക്യം ഉയർത്തിയത്? രാഷ്ട്രീയത്തിൽ മതം സ്വാധീനിച്ചു തുടങ്ങി. സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് മറുപടി എന്നോണം മറ്റു ചില മതക്കാരും രാഷ്ട്രീയത്തിൽ മതത്തെ ചേർക്കാൻ തുടങ്ങിയപ്പോൾ അപകടകരമായ ആ സാഹചര്യത്തെ വിശദീകരിക്കാൻ ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യമാണത്. ഏത് മതക്കാരൻ എന്നല്ല ചോദ്യം, അവന്റെ സാഹചര്യം, അവന്റെ പട്ടിണി മാറ്റൽ എങ്ങനെ, അവിടെ മതം നോക്കിയിട്ടല്ല പട്ടിണി മാറ്റേണ്ടത്. ആ മുദ്രാവാക്യം ഇന്നും എന്നും പ്രസക്തമാണ്. ആ മുദ്രാവാക്യം സാന്ദർഭികമായിട്ട് ഈ ബജറ്റിന്റെ വേളയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനൊരു മറുപടിയായിട്ട് വീണ്ടും കെ എം ഷാജി വന്നിട്ടുണ്ട്. ആദ്യം കെ എം ഷാജി പറഞ്ഞ ആ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന മറ്റേ പ്രസംഗം ഒന്ന് കേൾക്കാം. ഇവിടെ പ്രസംഗം അവസാനിക്കുന്നില്ല. കെ എം ഷാജി തുടർന്നും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് കെ എം ഷാജി എന്ന കപടനെ തിരിച്ചറിയാനുള്ള മാർഗം. അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഇപ്പോ ബാലഗോപാലിന് മറുപടിയുമായിട്ട് കെ എം ഷാജി വന്ന് പറഞ്ഞ കാര്യം ഒന്ന് കേട്ടിട്ട് വരാം. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. ധനകാര്യമന്ത്രി പാട്ടുപാടിയ പോലെ ഇരിയുന്ന പൊരിയുന്ന വയറിന് എന്താ പദ്ധതി ഉള്ളത്? എന്താ പദ്ധതി ഉള്ളത്? കേരളത്തിന്റെ ഖജനാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതി അല്ല. ബാലഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യന് എരിയുന്ന പൊരിയുന്ന വയറിനോടുള്ള പദ്ധതി എന്താണ്? വിശ്വാസികൾക്കുണ്ട് സക്കാത്തുണ്ട്, സദഖയുണ്ട്. അയൽക്കാരൻ വിശക്കുമ്പോ ഭക്ഷണം കഴിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വിശ്വാസിക്ക് റെമഡി ഉണ്ട്. ബാലഗോപാല, ഖജനാവിലെ പണം എടുത്തരല്ല, നീ നിന്റെ പണം കൊടുക്കണം. സക്കാത്തായി, സദഖയായി. നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്നദാനം മഹാദാനം ഹൈന്ദവ ദർശനമാണ്, വിശ്വാസമാണ്. അപ്പം മുറിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. കെ എം ഷാജി പറയുന്നത് ബാലഗോപാലിനോട് വ്യക്തിപരമായിട്ടാണെന്നാണ്. കേരളത്തിന്റെ കാര്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കെ എം ഷാജി പെട്ടുപോകും. കാരണം കേരളം ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ, ഏറ്റവും പട്ടിണിയില്ലാത്ത സംസ്ഥാനമാണ്. തർക്കമുണ്ടെങ്കിൽ നമുക്ക് ജമിനിയോടൊന്ന് ചോദിച്ചു പോട്ടോ. ഈ കാര്യത്തിൽ ജമിനിയോട് ചോദിക്കേണ്ടതില്ല. പക്ഷെ എന്താണ് എങ്ങനെ ചോദിക്കാൻ കാരണം? ലീഗുകാരോടാണ് മറുപടി പറഞ്ഞത്. കെ എം ഷാജിയുടെ ആരാധകരാണ്. ഈ സ്ഥാനത്തിൽ വട്ടപൂജയാണ് മഹാഭൂരിപക്ഷം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകാം. ജമിനി, ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം അല്ലെങ്കിൽ പട്ടിണി കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഒരു തർക്കവും ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ, പട്ടിണി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് കെ എം ഷാജിക്ക് ആ രീതിയിൽ വാദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കെ എം ഷാജി ഒന്ന് മാറ്റിപ്പിടിച്ചു. ഞാൻ കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിനെ കുറിച്ചല്ല പറയുന്നത്. കെ എൻ ബാലഗോപാലിനോട് വ്യക്തിപരമായി ചോദിക്കുകയാണ്. ഞങ്ങളൊക്കെ മതവിശ്വാസികളാണല്ലോ. ആ മതവിശ്വാസികളായ ഞങ്ങളോട് ഞങ്ങളുടെ മതം കൽപ്പിച്ചിട്ടുണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ, അതായത് സക്കാത്തും സദക്കയും ഒക്കെ കൊടുക്കാൻ. മുസ്ലിം മതവിശ്വാസികളോട് മാത്രമല്ല, ഹിന്ദു മതവിശ്വാസികളോടും ആ മതം കൽപ്പിച്ചിട്ടുണ്ട് അന്നദാനം മഹാദാനം. മാത്രമല്ല ക്രിസ്തു മതത്തോടും അപ്പം കൊണ്ട് 5000 പേരെ സംതൃപ്തനാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും അതത് മതത്തിലെ വിശ്വാസികളോട് ഇക്കാര്യങ്ങൾ പഠിപ്പിച്ചത് കൊടുത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മൂല്യബോധമുള്ളവരായി പട്ടിണിയൊന്നും ഇല്ലാതെ, അല്ലാതെ നിങ്ങളുടെ ബജറ്റിന്റെ ഭാഗമായിട്ടൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതാണ് കെ എം ഷാജി എന്ന ഫ്രോഡിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. എന്താണ് കെ എം ഷാജി പറയുന്നത്? മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ മതത്തെക്കുറിച്ചല്ല പറഞ്ഞത്, എല്ലാ മതങ്ങളെയും ചേർത്താണ് പറഞ്ഞത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട? ഹിന്ദു മതവും ക്രിസ്തു മതമൊക്കെ ഉണ്ട്, അവരൊക്കെ ഈ ദാനധർമ്മങ്ങളാണ് പറയുന്നത്, പട്ടിണി ഇല്ലാതാക്കാനാണ് പറയുന്നത് എന്നല്ലേ. എന്നാൽ കെ എം ഷാജി അന്ന് പറഞ്ഞ മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞ അതാണോ? ബാക്കി കൂടി കേൾക്കാം. കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. കെ എം ഷാജി പറഞ്ഞത് മുസ്ലിം മതത്തെക്കുറിച്ച് മാത്രമാണ്.
അതുകൊണ്ടാണ് കെ എം ഷാജി പറയുന്നത് ബാക്കി എല്ലാവർക്കും മതമാവാല്ലേ എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ബാക്കി എല്ലാവർക്കും മതമാവാം എന്ന് പറയുന്ന ആരോടാണ്? സംഘപരിവാറാണ് പിന്നെ മതം ഉപയോഗിക്കുന്നത്. ഹിന്ദുത്വ തീവ്രവാദ സംഘടനയാണ് RSSും അതിനെ ചുറ്റിപ്പറ്റിക്കുന്നുള്ള സംഘടനകളും രാഷ്ട്രീയ സംഘടനയായ BJPയും. അവരോട് പറയും നിങ്ങൾക്കൊക്കെ മതമാവാമല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? പിന്നെ എങ്ങനെയാ കോപ്പുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന മത രാഷ്ട്രീയത്തെ എതിർക്കാൻ പറ്റുക? എങ്ങനെയാണ് നിങ്ങൾക്ക് BJP എതിർക്കാൻ പറ്റുക? പച്ചക്ക് പറയല്ലേ ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അപ്പോൾ കെ എം ഷാജി പറഞ്ഞത് കൃത്യമായിട്ട് മതം എന്ന് പറയുന്നത് മുസ്ലിം മതമാണ്, അല്ലാതെ ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയും ഇപ്പൊ കൂട്ടുപിടിക്കുന്നതാണ് രാഷ്ട്രീയ കാപട്യം കെ എം ഷാജിയുടെ. മനസ്സിലാകും. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഈ കെ എം ഷാജി പറഞ്ഞു വെക്കുന്നത് ഈ മതം പഠിപ്പിച്ച മൂല്യം കൊണ്ടാണ് ഇവിടെ ഈ പട്ടിണി, അതായത് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ പട്ടിണിയൊക്കെ ഇല്ലാതായി പോകുന്നത്. നിങ്ങളെപ്പോലെ മതവിശ്വാസവും അല്ലെങ്കിൽ നിരീശ്വരവാദമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ദാനധർമ്മം നിർവഹിക്കുമോ, നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് മറന്നിട്ടില്ലേ കെ എം ഷാജി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ കൊടുക്കരുത് എന്ന് പച്ചക്ക് വിളിച്ച് പറഞ്ഞ ആളാണ് കെ എം ഷാജി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്തിനാ ഉപയോഗിക്കുക? അത് ഈ നാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനാണ്, രോഗികളെ സഹായിക്കാണ്. ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ വയനാട് ദുരന്തം വന്നു, കോവിഡ് വന്നു, അതേപോലെ തന്നെ ഓക്കി വന്നു, നിപ്പ വന്നു, പ്രളയം വന്നു. ഈ സമയങ്ങളിലൊക്കെ പ്രത്യേക ദുരിതാശ്വാസ നിധികൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതിലേക്കൊക്കെ കൊടുക്കുന്ന സംഭാവനകൾ 5 പൈസ കൊടുക്കരുതെന്ന് പച്ചക്ക് വിളിച്ച് പറഞ്ഞ ആളാണ് കെ എം ഷാജി. ആ കെ എം ഷാജി ബാലഗോപാലിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ, ദാനധർമ്മങ്ങൾ നിർവഹിക്കാറുണ്ടോ എന്ന്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ MLA മാരും മന്ത്രിമാരും ജനപ്രതിനിധികളും ഇതിലേക്ക് അവരുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൊടുത്തപ്പോൾ 5 പൈസ കൊടുക്കാത്ത കെ എം ഷാജി ബാലഗോപാലിനോട് ചോദിക്കുക നിങ്ങളൊക്കെ എന്താ ചെയ്യാറുള്ളതെന്ന്. 5 പൈസ കൊടുക്കാത്ത മഹാന പറഞ്ഞത്. മൂപ്പരെന്ന് ദാനധർമ്മങ്ങൾ നിർവഹിച്ചതിന്റെ പേരിലാണ് ഇവിടുത്തെ പട്ടിണി മാറുന്നത് എന്ന് വരുത്തി തീർക്കാനാണ്, അല്ലാതെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ മാത്രമാണെങ്കിൽ ഇവിടെ ആകെ പട്ടിണിയാവും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മൂപ്പര് സഹോദര മതങ്ങളെയും ചേർത്ത് വെക്കുകയാണ്. എല്ലാ മതങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ പൊന്ന് കെ എം ഷാജി വിവരദോഷം പറയാം. അതിങ്ങനെ നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ച് കയ്യടി കിട്ടാനാണെങ്കിൽ ലീഗുകാരെ മാത്രമേ കിട്ടുള്ളൂ. കാരണം മുന്നിലിരിക്കുന്നത് ഒന്നുകിൽ നിഷ്കളങ്കരായിരിക്കും, അല്ലെങ്കിൽ നല്ല മൊയന്തുകളായിരിക്കും. ഇതിലേതാണ് കെ എം ഷാജിക്ക് വേണ്ടി കൈയടിക്കുന്നത് വിസിലടിക്കുന്നത് എന്നുള്ളത് ലീഗുകാർ തീരുമാനിക്കുക. പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ലോകത്തിൽ ഒരു പട്ടിണി സൂചികയുണ്ട്, വേൾഡ് ഹങ്കർ ഇൻഡെക്സ് എന്നാണ് അതിന് പറയാം. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 102-ാം സ്ഥാനമാണ്. 126 രാജ്യങ്ങളാണ്. 126-ാമത്തെ അഥവാ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യത്തിന്റെ പേര് സോമാലിയ എന്നാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു രാജ്യമാണ്. ആ സോമാലിയ എന്ന് പറയുന്ന രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണ്. മുസ്ലിം ലീഗർക്ക് തർക്കമുണ്ടോ? സോമാലിയ മാത്രമല്ല, അതിൻ്റെ തൊട്ടുപുറകെ കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് സുഡാൻ, അതും ഇസ്ലാമിക രാജ്യമാണ്. ഈ പറയുന്ന അതിതീവ്ര പട്ടിണിയുള്ള രാജ്യങ്ങളിൽ ഈ രാജ്യം അടക്കം അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുമുണ്ട് 102-ാം സ്ഥാനത്ത്. ഇവിടങ്ങളിലൊക്കെ മഹാഭൂരിപക്ഷം മതവിശ്വാസികളാണ്. അന്നദാനം മഹാദാനം എന്ന് വിശ്വസിക്കുന്ന മതമാണ് ഈ പറയുന്ന കെ എം ഷാജിയുടെ ഭാഷ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദുമതം. പട്ടിണി മാറുകയാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം 75% പട്ടിണിയെങ്കിലും മാറണ്ടേ? ഈ ഇന്ത്യയിൽ മാറിയോ? പട്ടിണി സൂചികൾ 102-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്നാൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സോമാലിയ മുസ്ലിം രാജ്യമാണ്. ഈ പറയുന്ന കെ എം ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്കാത്തും സദക്കയും നിർബന്ധമാക്കി, അല്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമാക്കിയ സദക്ക സുന്നത്താക്കിയ ആ മതം ഭരിക്കുന്ന രാജ്യമാണ്. സർക്കണ ഒന്നുകൂടി ചോദിക്കട്ടോ ജമനിയോട്. ജമനി, സോമാലിയ ഒരു ഇസ്ലാമിക രാജ്യമാണോ? അതെ, സൊമാലിയ ഒരു ഇസ്ലാമിക രാജ്യമാണ്. തർക്കമില്ലല്ലോ. ഇനി നമുക്ക് സുഡാനെ കുറിച്ച് അറിയേണ്ടത്. ജമിനി, സുഡാൻ ഒരു ഇസ്ലാമിക രാജ്യമാണോ? അതെ, സുഡാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. നോക്കൂ, സുഡാനും സോമാലിയും ഒക്കെ ഇസ്ലാമിക രാജ്യമാണ്. കെ എം ഷാജി പറഞ്ഞ കണക്കിലാണെങ്കിൽ ഇവിടങ്ങളൊന്നും പട്ടിണി ഉണ്ടാകാൻ പാടില്ല. മുഴുവൻ ആളുകൾ, മഹാഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ. അവർ സ്വാഭാവികമായിട്ടും നിർബന്ധമാക്കിയ സക്കാത്ത് കൊടുക്കണം. പക്ഷെ എന്താ പ്രശ്നം? ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ കാശ് വേണ്ടേ? കുറച്ച് ആളുകൾ ദാരിദ്ര്യത്തിലും കുറച്ച് ആളുകൾ പട്ടിണിയിലൊക്കെ ആണെങ്കിലും ബാക്കിയുള്ളവർ ഇത് കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശില്ല, അവരുടെ കയ്യിൽ സമ്പത്തില്ല. അതുകൊണ്ട് എന്താണ്, കെ എം ഷാജി പറഞ്ഞ ഈ കാര്യങ്ങൾ അവിടെ നടപ്പിലാവില്ല. അത് നടപ്പിലാവണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഭരണകൂടങ്ങൾ പട്ടിണി മാറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ചെയ്യാത്ത കുഴപ്പമാണ്. അപ്പൊ കെ എം ഷാജി പറഞ്ഞ ഈ മതങ്ങളോ അല്ലെങ്കിൽ മറ്റേ വിശ്വാസങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലത്തൊന്നും പട്ടിണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് പഠിക്കാതെ വിവരദോഷം പറഞ്ഞതാണ്. രാജ്യത്തിന്റെ പട്ടിണി മാറണമെന്നുണ്ടെങ്കിൽ, രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സമ്പത്ത് വരണം. ആ സമ്പത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പരിഹരിക്കാം. ഉദാഹരണത്തിന്, ഒരു രാജ്യത്ത് 90% ആളുകൾ ദാരിദ്ര്യത്തിലാണ്.
10% ആളുകളുടെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്. അവർ എത്രയൊക്കെ വീതം വെച്ച് കഴിഞ്ഞാലും, എത്രയൊക്കെ സമ്പത്ത്, സ്വാഭാവികമായിട്ടും സദക്ക കൊടുക്കുന്നതിനും സക്കാത്ത് കൊടുക്കുന്നതിനും ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. ആ കണക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 90% പട്ടിണി മാറുമോ? ഇല്ല. തിരിച്ചാണെങ്കിലോ 90% ആളുകളുടെ കയ്യിൽ സമ്പത്തുണ്ട്, 10% ആളുകളുടെ കയ്യിൽ സമ്പത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഈ പറയുന്ന സക്കാത്ത് വർക്കൗട്ട് ആകും, അവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതാവും. അപ്പോൾ ഇതൊക്കെ ആനുവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പകരം ഒരു ഭരണകൂടത്തിന്റെ ചുമതലയാണ് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക, നിലനിർത്തുക, വർദ്ധിപ്പിക്കുക, അവിടെ വ്യവസായവും അതേപോലെ തന്നെ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക, ആളുകളുടെ ജോലി അവസരങ്ങൾ കൂട്ടുക, അവരുടെ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക, അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഈ രീതിയിലാണ് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ, ദാരിദ്ര്യം മാറ്റാൻ സർക്കാർ ഇടപെടേണ്ടത്. ആ ഇടപെടലുകൾ നടത്താത്ത രാജ്യങ്ങളിലാണ് പട്ടിണിയും ദാരിദ്ര്യവും വരുന്നത്. അല്ലാതെ സക്കാത്തും സദക്കയും കൊണ്ട് ഒരു രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണിയും ദാരിദ്ര്യവും മാറുമെന്നുള്ള മൂഢവിശ്വാസം കൊണ്ട് നടക്കല്ലേ. KN ബാലഗോപാലിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുള്ളവർ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരൊക്കെ മോശക്കാരാണെന്ന് പറയുമ്പോൾ അവരോടായിട്ട് ഈ പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്നവരോടായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ 17 വർഷത്തോളം, അതിൽ കൂടുതൽ വർഷത്തോളം അമർന്നിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. KM ഷാജിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ വയനാട് നിന്ന് ജയിപ്പിച്ചയക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ വണ്ടിയാണെന്ന് പറഞ്ഞയച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ. ലീഗർക്ക് ഇപ്പോഴത് വിശ്വാസമായിട്ടില്ല. ലീഗർ ഇപ്പോഴും വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു അല്ല, അത് മഹാത്മാഗാന്ധിയാണെന്നാണ്. അങ്ങനെയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നേതാവ് പഠിപ്പിച്ചു കൊടുത്തുള്ള PK ഫിറോസ് നമ്മൾ കേട്ടതാണല്ലോ. അതുകൊണ്ട് ലീഗർ ആ വിശ്വാസം ഒന്നും മാറ്റണ്ട. യഥാർത്ഥത്തിൽ ഒറിജിനൽ മുതുമുത്തച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ആളാണ്. ആ മനുഷ്യൻ എന്ത് അധാർമിക പ്രവൃത്തിയാണ് ചെയ്തത്, എന്ത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യമാണ് ചെയ്തത്. KM ഷാജി പറഞ്ഞത് ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണെന്നുള്ളതാണ്. സംശയമുണ്ടോ? ഒന്ന് കേട്ടോ. മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. മതവിശ്വാസമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത ജവഹർലാൽ നെഹ്റു മനുഷ്യനായിട്ട് നിങ്ങൾ കണക്കാക്കുന്നില്ലേ? മനുഷ്യത്വ വിരുദ്ധമായ ഏത് പ്രവൃത്തിയാണ് ജവഹർലാൽ നെഹ്റു ചെയ്തത്? ലീഗും KM ഷാജിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയണം. രണ്ടാമത്, ഇവിടെ EMS എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ഏലംകുളമന എന്ന് പറയുന്നത് മലബാറിലെ അതിസമ്പന്നരായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ പിറന്ന ആളാണ്. EMSനെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ദാരിദ്ര്യം അറിഞ്ഞ ഒരു കുട്ടിക്കാലം അദ്ദേഹത്തിന് ഇല്ല. തൻ്റെ മനയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണ് ചെന്നുടക്കിയത് അദ്ദേഹത്തിന്റെ മനയ്ക്ക് ചുറ്റും കെട്ടിപ്പൊക്കിയ മതിലുകൾക്കപ്പുറം പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കറുത്ത രൂപങ്ങളുണ്ടല്ലോ, മെലിഞ്ഞൊട്ടിയ രൂപങ്ങൾ, അവയിലാണ് കണ്ണ് ചെന്നുടക്കിയത്. അവരുടെ ദൈന്യതയോർത്താണ് അയാൾ വിഷമിച്ചത്. അവരെന്തുകൊണ്ടാണ് ഭൂമിയിൽ അവകാശമില്ലാത്ത, ഈ പറയുന്ന അധ്വാനം വിറ്റ കാശ് പോലും ചോദിക്കാൻ, അതിൻ്റെ കൂലി പോലും ചോദിക്കാൻ കഴിയാത്തവരായത്? അവർക്ക് ഭൂമിയിൽ അവകാശമില്ലാത്തത് കൊണ്ടാണ്. ഭൂമിയിൽ അവകാശമില്ലാത്തത് കൊണ്ടാണ് അവർ തൻ്റേടികളല്ലാതായി മാറുന്നത്. തൻ്റേതായ ഇടം അവർക്കുണ്ടെങ്കിൽ അവർ തൻ്റേടികളായി മാറും. അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ തൻ്റെ സമ്പത്ത് മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പത്രത്തിന് എഴുതി കൊടുത്ത മഹാന്റെ പേരാണ് EMS. അവസാനം മരിക്കുന്ന സമയത്ത് ഒരു വാടക വീട്ടിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. ആ EMS അദ്ദേഹത്തെ കുഴിച്ചു മൂടാൻ അത്ര സമ്പത്തുണ്ടായിട്ട് പോലും അത് എഴുതി കൊടുത്തത് ഏതെങ്കിലും പടച്ചോൻ ഭാഗത്ത് നിന്ന് മരിച്ചു എന്നാൽ പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. തൻ്റെ മുന്നിലുള്ള ദൈന്യരൂപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചതും ഒളിവിൽ കഴിഞ്ഞതും ഈ ത്യാഗങ്ങളൊക്കെ ചെയ്തതും. എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത്, ആ EMS അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ പറയുന്ന മനുഷ്യരൂപങ്ങൾക്ക് വെറും 5%, 10% മാത്രം ഭൂമിയുടെ അവകാശികളായിരുന്ന ഈ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഭൂമിയുടെ അവകാശികളായി മാറിയത് EMSന്റെ ഭൂപരിഷ്കരണ നിയമത്തിൽ തുടങ്ങിയ പ്രവർത്തികളാണ്. ഈ മനുഷ്യർക്ക് മാത്രം, സമ്പത്തുള്ള മനുഷ്യർക്ക് മാത്രം വിദ്യാഭ്യാസം വിധിക്കപ്പെട്ട ആ സമയത്ത് EMS അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോഴാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടിയത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൽ എത്തി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് വീടും സ്ഥലവും ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും ഒരു ഇടതുപക്ഷ സർക്കാരുകളും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വരിക. വിശപ്പ് രഹിത കേരളം, ദാരിദ്ര്യ വിമുക്ത കേരളം, ഈ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഓരോ ഘട്ടത്തിലും അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിപാടി നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ. ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒക്കെ ചെയ്തപ്പോഴും ജനങ്ങളുടെ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ മതം നോക്കിയിട്ടല്ല ആ കാര്യം ചെയ്തത്. പക്ഷേ KM ഷാജി ഒരു തർക്കവുമില്ലാതെ പറയുന്നു, അധികാരം പിടിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയിട്ടായിരുന്നു. 9.5 കൊല്ലം സമുദായത്തിനുണ്ടായ നഷ്ടം തീർക്കാനാണ് അധികാരം പിടിക്കണം. എൻ്റെ പൊന്നു KM ഷാജി, മുസ്ലിം ലീഗുകാർ വ്യക്തമാക്കണം. 9.5 കൊല്ലം ഏത് സമുദായത്തിനാണോ നഷ്ടം ഉണ്ടായത്?
ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്ത് ഏത് സമുദായത്തിനാണ് നഷ്ടമുണ്ടായി? നീ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞു. ഒന്നോ രണ്ടോ കുട്ടികളുടെ പേരെങ്കിലും പറയടോ. ചുരുങ്ങിയ പക്ഷം ലീഗിന് വോട്ട് ചെയ്യുന്ന 2 കുട്ടികൾക്കെങ്കിലും LP സ്കൂളിലോ UP സ്കൂളിലോ ഹൈസ്കൂളിലോ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 2 പേരെ കൂട്ടിക്കൊണ്ട ലീഗിന് വോട്ട് ചെയ്യുന്ന 2 ആളെ കൂട്ടിക്കൊണ്ട. അപ്പൊ അതല്ല നിന്റെ പ്രശ്നം. നീ അതേ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകൾ കിട്ടണം, മാനേജ്മെന്റ് സ്കൂളുകൾ കിട്ടണം, 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യം തീർക്കണം. എന്താ അൺഎയ്ഡഡ് സ്കൂൾ? ലീഗുകാർ പഠിച്ചോ? സർക്കാർ സ്കൂളല്ല. സർക്കാർ സ്കൂളുകൾ ഫീസ് കൊടുക്കണ്ട, എന്നാൽ അൺഎയ്ഡഡ് സ്കൂളുകൾ ഫീസ് കൊടുത്ത് പഠിക്കണം. സർക്കാരിന് ഒരു ബാധ്യതയില്ല. സർക്കാരല്ല അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന സ്കൂളാണ് അൺഎയ്ഡഡ് സ്കൂൾ. ആ സ്കൂൾ കിട്ടണമെന്നാണ് ഈ മൊയന്ത് പറയുന്നത്. അതിനാണ് നിങ്ങൾ വിസിലടിച്ചു കൊടുത്തത്. അതാ പറഞ്ഞത് നിങ്ങൾ നല്ല ശുദ്ധഗതിക്കാരോ മൊയന്തുകളോ ആവണം എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് മാനേജ്മെന്റ് സ്കൂളാണ്. മാനേജ്മെന്റ് സ്കൂൾ സർക്കാരാണ് ശമ്പളം കൊടുക്കുക. പക്ഷേ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുന്നത് ആരാ? PSC അല്ല, അതാ മാനേജറാ. മാനേജർ എങ്ങനെ നിയമിക്കുക? നല്ല കാശ് കൊടുക്കുന്ന ആളെ നിയമിക്കും. ഇപ്പോൾ ഒരു ഹൈസ്കൂളിലാണെങ്കിൽ 55 മുതൽ 60-65 ലക്ഷം വരെ കൊടുക്കണം. അങ്ങനെയുള്ളപ്പോഴേ സീറ്റ് കിട്ടുള്ളത്. ആർക്ക് കൊടുക്കണം? ഈ മാനേജർ കൊടുക്കണം. ആ മാനേജർക്ക് അത് ആ ആനുകൂല്യം കിട്ടുന്നില്ല, അത്തരത്തിലുള്ള സീറ്റ് കിട്ടുന്നില്ല എന്നുള്ള ബേജാറാ ഇയാൾക്ക്. ഇത് നികത്തണം എന്ന് പറഞ്ഞത്. അല്ലാതെ ലീഗിന് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന്റെ പ്രശ്നമല്ല ഈ KM ഷാജി അഡ്രസ് ചെയ്യണത്. KM ഷാജി പറഞ്ഞു വെക്കുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം മുസ്ലിം ലീഗിന്റെ സമ്പന്നരുടെ രാഷ്ട്രീയമാണ്. അവർക്ക് സമ്പത്ത് കൂടാൻ വേണ്ടിയിട്ട് ഈ അധികാരം, ഈ ഇടതുപക്ഷത്തിന്റെ അധികാരം അവസാനിപ്പിച്ച് വലതുപക്ഷത്തിന് ലീഗിന് അധികാരം കിട്ടണം. അങ്ങനെ അധികാരം കിട്ടുമ്പോൾ ലീഗിലെ സമ്പന്നർക്ക് വേണ്ടി ഭരിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞ വർഗീയവാദിയുടെ പേരാ KM ഷാജി. KM ഷാജിയോടാണ് പറയേണ്ടത്, നിന്നെ തിരിച്ചറിയാൻ വേണ്ടി ഇത്തരം പ്രചരണങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ലീഗുകാരനും, നിഷ്കളങ്കരായ ഓരോ ലീഗുകാരിലേക്കും നിന്നെ പൊളിച്ചെടുക്കാനുള്ള പ്രചരണവുമായി ഞങ്ങൾ ഇറങ്ങാം. നിന്റെ ഈ കപട രാഷ്ട്രീയം ഓരോ പാവപ്പെട്ട ലീഗുകാരനെയും പറഞ്ഞു ബോധ്യപ്പെടുത്തും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ്.